കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ കുറ്റാരോപിതർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് അതിജീവിത. ഒന്നാം പ്രതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെങ്കിലും മറ്റുള്ളവർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്നില്ല എന്നാണ് അതിജീവിതയുടെ പരാതി. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അതിജീവിത കത്ത് നൽകി. പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ, സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകാനുള്ള അതിജീവിതയുടെ നീക്കം. ഒരുപാട് പേർക്കെതിരെ പരാതി കൊടുത്തിട്ടും അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ഡോക്ടർ പ്രീതിൻ്റെ കൂടെ ഉണ്ടെന്ന് കള്ളസാക്ഷിക്ക് മൊഴി കൊടുത്ത ഫാത്തിമ ബാനു, അവർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും അവർക്കെതിരെ ഒരു കേസും ഇതുവരെ എടുത്തിട്ടില്ല. ഒപ്പമുണ്ടെന്ന് പറയുകയല്ലാതെ നീതി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അതിജീവിതക്കൊപ്പമുള്ളവർ ആരോപിക്കുന്നു. അവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, മാന്യമായ ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു അവസ്ഥ, അത്രയും ഗുരുതരമായ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗി കൂടിയാണ് അതിജീവിത. അവരെ ഒരു രീതിയിൽ സഹായിക്കാനുള്ള ഒരു ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 2023 മാർച്ച് 18 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ച് അതിജീവിത പീഡനത്തിനിരയായത്. മെഡിക്കൽ കോളേജിൽ അറ്റൻഡറായിരുന്ന പ്രതി ശശീന്ദ്രനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെങ്കിലും ഭരണാനുകൂല സംഘടനാ പ്രവർത്തകനായ പ്രതിയെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മീഡിയ 1 കോഴിക്കോട്.